ഓഫർ തട്ടിപ്പിൽ 12 ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ്. സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന്റെ വീട്, പ്രതി അനന്തകൃഷ്ണന്റെ NGO കോൺഫെഡറേഷന്റെ ഓഫീസ് എന്നിവിടങ്ങളിലുമൊക്കെ റെയ്ഡാണ്. ലാലി വിൻസെന്റിന്റെ വീട്ടിലും റെയ്ഡ് തുടരുന്നുണ്ട്. ശരൺ ചേരുന്നു. ശരൺ, ഈ കേസുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർണായകമായ ദിവസമാണിന്ന്? ധന്യ, ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ECR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ 12 ഇടങ്ങളിൽ റെയ്ഡ് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രതി അനന്തകൃഷ്ണന്റെ ഓഫീസുകളിലും വീട്ടിലുമാണ്. ഒപ്പം തന്നെയാണ് ഈ സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാനായ KN ആനന്ദ്കുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ലാലി വിൻസെന്റ്, അതായത് നേരത്തെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നുള്ളതാണ്. അനന്തകൃഷ്ണൻ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ലാലി വിൻസെന്റ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും റെയ്ഡ് തുടരുകയാണ്. അങ്ങനെ 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് റെയ്ഡ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ECR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പരാതിക്കാരുടെ മൊഴി ED രേഖപ്പെടുത്തിയിരുന്നതാണ്. പ്രധാനമായും മൂവാറ്റുപുഴയിലെ സീർ സൊസൈറ്റി ഭാരവാഹികളെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം മൊഴി രേഖപ്പെടുത്തുകയും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയെല്ലാം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും KN ആനന്ദ്കുമാറിനും ഈ കേസിൽ നല്ലൊരു പങ്കുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. നേരത്തെ തന്നെ പ്രതി അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്ന അനന്തകുമാറിനെ 2 കോടി രൂപ കൈമാറിയിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലാലി വിൽസണിന് 46 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തട്ടിപ്പിന്റെ മറ്റു പുറങ്ങൾ കൂടിയാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ റെയ്ഡാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ശരൺ.